പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് തിരിച്ചടി നൽകുന്ന കാര്യം സൈന്യത്തിന് തീരുമാനിക്കാനാകുമെന്ന് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചിട്ടുണ്ട്. തിരിച്ചടി എവിടെ, എപ്പോൾ, എങ്ങനെ വേണമെന്ന കാര്യത്തിൽ സേനയ്ക്ക് തീരുമാനമെടുക്കാനുള്ള സമ്പൂർണ്ണ സ്വാതന്ത്ര്യം പ്രധാനമന്ത്രി നൽകിയതായാണ് സൂചനകൾ ലഭിക്കുന്നത്. ബുധനാഴ്ച സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭ ഉപസമിതി യോഗവും കേന്ദ്രമന്ത്രിസഭാ യോഗവും ചേരുന്നുണ്ട്. ഇതിനു മുന്നോടിയായാണ് ചൊവ്വാഴ്ച വൈകിട്ട് ഉന്നതതല യോഗം ചേർന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവാൽ, സംയുക്ത സേനാ മേധാവി അനിൽ ചൗഹാൻ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നേരത്തെ തന്നെ ഉന്നതതല കൂടിക്കാഴ്ചകൾ നടന്നിരുന്നു. കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. കൂടാതെ സംയുക്ത സേനാ മേധാവി അനിൽ ചൗഹാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ പ്രതിരോധ മന്ത്രിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും സംയുക്ത സേനാ മേധാവിയും സൈനിക മേധാവിമാരും അടക്കമുള്ള കൂടിക്കാഴ്ചകൾ നടന്നത്. ബുധനാഴ്ച രാവിലെ 11 മണിക്കാണ് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള പാർലമെന്റ് ക്യാബിനറ്റ് ഉപസമിതി യോഗം. പഹൽഗാമിൽ 26 പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിന് പിന്നാലെ കടുത്ത നടപടികളുമായി ഇന്ത്യ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. വാഗ അട്ടാരി ബോർഡർ അടയ്ക്കുകയും സിന്ധു നദീ ജലകരാർ റദ്ദാക്കുന്ന നടപടികളുമായി ഇന്ത്യ മുമ്പോട്ട് പോവുകയും ചെയ്തു. ഇന്ത്യയുടെ തിരിച്ചടി ഭയന്ന പാകിസ്ഥാൻ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്ന നടപടികളിലടക്കം കടക്കുകയും ചെയ്തു. ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന് നേരെ ആക്രമണം നടത്താനുള്ള സാധ്യതയെക്കുറിച്ച് പാക് സൈന്യം അറിയിച്ചിട്ടുണ്ടെന്നും പാക് പ്രതിരോധ മന്ത്രി ഗവാല മുഹമ്മദ് ആസിഫ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പാക് പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ലഷ്കർ എ തോയ്ബയാണ് പഹൽഗാം ആക്രമണത്തിന് പിന്നിലെന്നും ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ നേരത്തെ കണ്ടെടുക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ പാകിസ്ഥാനെതിരെ ഇന്ത്യ കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ തങ്ങൾക്ക് പങ്കില്ലെന്നും പഹൽഗാമിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്നുമായിരുന്നു പാകിസ്ഥാന്റെ ഇതിനെതിരെയുള്ള നിലപാട്. പാകിസ്ഥാന് സഹായമായി ചൈനയും തുർക്കിയും അടക്കമുള്ള പല രാജ്യങ്ങളും രംഗത്ത് വരുമ്പോൾ ഇന്ത്യക്ക് സഹായമായി വരുന്നത് റഷ്യയും അമേരിക്കയും ഇസ്രായേലുമാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം അതിൻ്റെ ഏറ്റവും വലിയൊരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണോ എന്ന പേടിയും ഇപ്പോൾ നിലനിൽക്കുകയാണ്. മറ്റ് ലോകരാജ്യങ്ങൾ യുദ്ധത്തിലേക്ക് എത്തിയതുപോലെ ഇന്ത്യയും പാകിസ്ഥാനും ഇനിയൊരു യുദ്ധത്തിലേക്കാണോ നീങ്ങുന്നത് എന്നുള്ളതും വ്യക്തമാവണം. രാജ്യങ്ങൾ ഇനിയും യുദ്ധഭീഷണിയിൽ നിലനിൽക്കുകയാണെങ്കിൽ അത് വലിയൊരു ദാരിദ്ര്യത്തിലേക്കും അതുപോലെ തന്നെ കൊലപാതകങ്ങളിലേക്കും കാരണമാകും. വർഗീയ സംഘർഷങ്ങൾ ഉടലെടുക്കുന്ന ഇന്ത്യയും പാകിസ്ഥാനും ഇപ്പോൾ വലിയ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. പാകിസ്ഥാനിലുള്ള ഹിന്ദുക്കളും ഇന്ത്യയിലുള്ള മുസ്ലിമുകളും അതുപോലെ തന്നെ ഇരു രാജ്യങ്ങളിലുള്ള ക്രിസ്ത്യാനികളും എല്ലാവരും ഭീതിയുടെ വക്കിൽ തന്നെയാണ്. അതുകൊണ്ട് സമാധാനപരമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഈ രാജ്യങ്ങൾ രണ്ടും ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ത്യ പോലുള്ള രാജ്യത്ത് സമാധാനപരമായി സ്വന്തം ഇഷ്ടത്തിലുള്ള ജാതിയും മതവും തിരഞ്ഞെടുത്ത് ജീവിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. എന്നാൽ പാകിസ്ഥാൻ തീവ്രവാദികളുടെ ജാതിയും മതം അജണ്ടകൾ ഇന്ത്യയിലടക്കമുള്ള പല ദേശങ്ങളിലും വലിയ വിദ്വേഷത്തിന് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള പല ജാതി വിഭാഗങ്ങൾക്കും ഇവിടെ സ്വസ്ഥമായി ജീവിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ജാതിവെറികളും മതവെറികളും അവസാനിപ്പിച്ച് മതതീവ്രവാദം ഇല്ലാതാക്കിക്കൊണ്ട് പൂർണ്ണ സുരക്ഷിതരായി സമാധാനപരമായി എല്ലാ രാജ്യങ്ങളിലുള്ളവർ സമാധാനപരമായി ജീവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.